പ്രഭാസിനെ വായി നോക്കാൻ കൊള്ളാം. കള്ളം പറയണോ സത്യം പറയണോ? சத்தியம் പറഞ്ഞ വിഷമിക്കും. படம் செமையாக இருக்குது. இன்ட்ரோலுக்கு அப்புறம் செம மாஸ்க் பண்ணிட்டாரு. ஒரு ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു ബിജിഎം ഇല്ല. ചേട്ടാ ഇന്ത്യനെ 2ാം സ്ഥാനം പറ്റിയിരിക്കുന്നു പ്രശാന്ത് നീൽ. പടം വേറെ ലെവല്, ബമ്പം പടം ചേട്ടാ. എത്തം സൂപ്പർ പടം. പ്രഭാസിൻ്റെ ബോഡിയൊക്കെ കിണ്ണം, രക്ഷയില്ല. മാസ് മാസ് നല്ലൊരു സിനിമ ആവേണ്ടതായിരുന്നു, ആയില്ല. കള്ളം പറയണോ സത്യം പറയണോ? സത്യം പറഞ്ഞ വിഷമിക്കും. കള്ളം പറയാൻ പടം കൊള്ളാം. കൊള്ളാം കൊള്ളാം നല്ല പടം. നല്ല പടം നല്ല പടം. കൊള്ളാം, അടിപൊളി. കൊള്ളാം, പടം കൊള്ളാം, അടിപൊളി. കൊള്ളാം, നല്ല സിനിമയാണ്, അടിപൊളിയാണ്. നല്ലൊരു സിനിമ ആവേണ്ടതായിരുന്നു, ആയില്ല. ഐ മീൻ പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം കിട്ടിയ നല്ലൊരു റോളാണ്. ആദിപുരുഷ് അതിനൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ റോൾ ഇതാണ്. പക്ഷേ ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു സ്ക്രീൻ പ്ലേക്കൊന്നും, പിടിച്ചിരുത്തുന്ന ഒരു ഗൂസ് ബം മൊമെൻറ്റ്സ് അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. പ്രഭാസിനെ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. നിരാശയാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം കിട്ടിയില്ല. പക്ഷേ പ്രഭാസ് അത് ആ ഒരു ഫാക്ടർ എനിക്ക് കിട്ടി. മീൻ പ്രഭാസിനെ നമ്മൾ ബാഹുബലിക്ക് ശേഷം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. അല്ലാതെ ഫിലിം ആസ് എ ഹോൾ ഫിലിം ഒത്തിട്ടില്ല. ഒത്തിരി മിസ്സിങ്സ് ഉണ്ട് ഫിലിമിൽ. പ്രശാന്ത് നീൽ സിനിമയായിട്ട് അങ്ങ് എടുത്ത് പറയാനൊന്നും പറ്റത്തില്ല. KGF ഒന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഒരു ഗൂസ് ബംസ് അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് എന്താ പറയുക, ഒരു പ്ലെയിൻ സിനിമ, അങ്ങനെ ജസ്റ്റ് ഒരു സിനിമ അത്രേ ഉള്ളൂ. പൃഥ്വിരാജ് നല്ലതായിട്ടുണ്ട്. ഐ മീൻ കൊടുത്ത റോള് ഇൻഡിവിജ്വലി എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ടുണ്ട്. പക്ഷേ അസ് എ ഹോൾ സിനിമയായിട്ട് വരുമ്പം ഒത്തിട്ടില്ല. BGMഉം മറ്റേ തൂഫാൻ KGFലൊക്കെ ഉണ്ടായിരുന്നല്ലോ സോങ്സ്, അത് നെവർ. బాగుంది. మీరు చూసారా? తెలుగు వచ్చా? ఇంగ్లీష్? ఓకే, ఇంగ్లీష్. డూ యూ నో తెలుగు? డూ యూ అండర్స్టాండ్ తెలుగు? ఇట్ ఈస్ గుడ్. ఇట్ ఈస్ గుడ్ మూవీ ఓన్లీ. KGF both are good. It's a different one, same but screenplay same ana. It's fine. മാസ് മാസ് പോരാ. കൊള്ളാം ചേട്ടാ, കൊള്ളാം. படம் செமையாக இருக்குது. இன்ட்ரோலுக்கு அப்புறம் செம மாஸ்க் பண்ணிட்டாரு. நான் என்ன நினச்சேன், KGF மாதிரி இருக்கும் அப்படின்னு நாங்கள் நினச்சோம். ஆனால் வந்துட்டு அதை விட பெட்டராகிட்டு எவ்வளோ கொடுக்க முடியுமோ அவ்வளோ சூப்பராக கொடுத்துட்டாரு. உண்மையிலே போர் அடிக்கவும் இல்லை, செம ஜாலியாக என்ஜாய் பண்ணோம், சந்தோஷமாக என்ஜாய் பண்ணோம். எல்லோரும் ஃபேமிலியோடு வந்து பார்க்கலாம். പടം കുഴപ്പമില്ല. എന്നാലും ഒരു എന്താ പറയുക, ഒരു KGF 1, 2 ഒരു ലെവൽ എത്തിയിട്ടില്ല. കാരണം അതിനൊരു റിപ്പീറ്റ് വാച്ച് ഉണ്ടല്ലോ, ഒരു ക്വാളിറ്റി ഉണ്ട് റിപ്പീറ്റ്. പക്ഷേ ഇതിന് അത്ര ഇല്ല. കാരണം നമ്മൾ ഒരു നല്ലൊരു BGM ആയാലും നല്ലൊരു ഹൈ മൊമെൻറ്റ് സീനായാലും സലാറിനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രിപ്പ് ആവുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ലാഗല്ല, ഒരു സ്റ്റോറിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. മേ ബി അറിയില്ല, ഇനി പാർട്ട് 2 വരുന്നുണ്ട്, ശൗരാംഗ്യ പർവ്വം എന്ന് പറഞ്ഞ്. അതൊരു പക്ഷേ സെറ്റായിരിക്കും. പക്ഷെ എന്നാലും പാർട്ട് 1 ഒരു ഹൈപ്പിനൊത്ത നീതി പുലർത്തിയില്ല. സ്ക്രീൻ പ്ലേയും പിന്നെ അതായത് പ്രശാന്ത് നീലിൻ്റെ സ്ഥിരം ഒരു ആക്റ്റീവ് ടേക്കിംഗ് ഉണ്ടല്ലോ, അത് അത്ര ഇതിലോട്ട് വിജയകരമായിട്ട് വന്നിട്ടില്ല. കാരണം അയാളറിയാലോ ഒരു ബിൽഡപ്പ്, എഡിറ്റിങ്, മുന്നേയുള്ള ഫ്ലാഷ് ബാക്ക് സീൻസ് എല്ലാം കൊണ്ടുവന്നുള്ള ഒരു ഹൈ മൊമെൻ്റ് ഇല്ലേ, അത് ചില സീനിനോട് അങ്ങ് നമുക്ക് പ്രേക്ഷകർക്ക് കൺവിൻസ് ആയിട്ടില്ല. പെർഫോമൻസ് വൈസ് എല്ലാം സൂപ്പറാണ്. പൃഥ്വിരാജ് ആയിക്കോട്ടെ, ശരിക്കും പൃഥ്വിരാജ് ഒരു സ്റ്റാർട്ടൊന്നും നോക്കാതെ പ്രഭാസിൻ്റെ ഒരു ലെവൽ എന്നുള്ള രീതിയിൽ നല്ല ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതി ഹാസനെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാവരും സൂപ്പറാണ്. BGM ഒന്നും പഴയ ഒരു KGF ലെവൽ എത്തിയിട്ടില്ല. ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു BGM ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ഹൈ മൊമെൻ്റ് ഉണ്ടല്ലോ, അത് 1-2 എങ്ങാണ്ടേ ഉള്ളൂ. ഇതിലിപ്പോൾ KGF നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, ബ്ലാങ്കാണ്. ചേട്ടാ ഇന്ത്യനെ 2ാം സ്ഥാനം പറ്റിയിരിക്കുന്നു പ്രശാന്ത് നീൽ. പടം വേറെ ലെവല്, ബമ്പം പടം ചേട്ടാ. ലിയോയുടെ ഇൻ്റർവൽ സീന് സലാർ സിനിമ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉറങ്ങി കിടന്നു, ഞാൻ കണ്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉറങ്ങി. ഇല്ല എത്തം സൂപ്പർ പടം. പ്രഭാസിൻ്റെ ബോഡിയൊക്കെ കിണ്ണം, രക്ഷയില്ല. അല്ല, ഞാൻ പോസിറ്റീവ് സൈഡ് പറയാം. പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡായിപ്പോൾ, നെഗറ്റീവായിപ്പോൾ. അല്ല, പൃഥ്വിരാജ് എന്നുള്ള നടൻ്റെ ഒരു സ്ക്രീൻ ഫേസ് നോക്കുകയാണെങ്കിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്കെല്ലാവരും അഭിമാനിക്കാം. അതിപ്പോൾ മലയാളി നടന്മാർക്ക് ഏതൊരു അന്യഭാഷ സിനിമകളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു നല്ല രീതിയിലുള്ള സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഈക്വൽ സ്ക്രീൻ സ്പേസ്, അതായത് പ്രഭാസിനൊപ്പത്തിനൊപ്പം നിൽക്കുന്നത് ചില സമയത്ത് നമുക്ക് തോന്നിയേക്കാം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഇത് കാണിക്കുന്നത്, നമുക്ക് ഒരു മാസ് സിനിമയുടെ ആ ഒരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നിയേക്കാം പൃഥ്വിരാജിന് ചിലപ്പം. പക്ഷേ ആ ഒരു നടൻ എന്നുള്ള രീതിയിൽ ആ ഒരു കാലിബർ
അത് ചെയ്യാനുള്ളൊരു സ്കോപ്പ് കൂടെ പ്രശാന്ത് നീൽ നമ്മുടെ പൃഥ്വിരാജിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഈക്വൽ സ്ക്രീൻ സ്പേസും കിട്ടിയിട്ടുണ്ട്. ഒരു നടൻ എന്ന രീതിയിൽ പുള്ളിക്ക് എക്സൽ ചെയ്യാനുള്ള ആ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, രണ്ടും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രഭാസിന് നമ്മളൊരു യൂഷ്വൽ ഒരു മാസ് ആ ഒരു ഔറ അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ നെഗറ്റീവ് പറയാൻ വേണ്ടി പറയുന്നതല്ല, KGF 1 and 2 ഒക്കെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണ്. 80s കഥ പറഞ്ഞിട്ട് പോലും യാഷ് എന്ന് കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്റ്റൈലിഷ്, അതിപ്പോൾ 1 ആയിരുന്നാൽ 2 കിട്ടും. ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വർഷങ്ങളുടെ കഥ പറഞ്ഞിട്ട് പോലും ഇതൊരു ഗോത്രങ്ങളുടെ കഥ പറയുന്ന പോലെ, മീൻസ് നമ്മുടെ ആ ഒരു, ഞാനൊരു ഗോത്രം എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഗോത്രങ്ങൾ അടിച്ചാൽ അങ്ങനെ പറയുന്നതല്ല, പക്ഷേ എന്തോ ഒരു ഇത് നമ്മളൊരു പ്രസൻറ്റേയിൽ ഒരുപക്ഷെ നമ്മൾ പാരലൽ വേൾഡിലാണ് ഈ കഥ നടക്കുന്നതെന്ന് സങ്കല്പിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വർക്കാവുമായിരിക്കും. പക്ഷേ എന്തോ ഒരു ഡിസ്കണക്ട് ചെറിയ രീതിയിൽ ആ ഒരൊറ്റ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിപ്പം വേർഡ് ഓഫ് മൗത്ത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ ബെറ്റർ ആവുമായിരിക്കും. അല്ല, ഇതൊരു പക്ക ഒരു മാസ് അപ്പീലിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ കിട്ടുന്നുണ്ട്, ഇടയ്ക്കൊന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണ്ടിയിട്ട് കുറച്ച് മൊമെൻറ്റ്സ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. അപ്പോൾ പ്രവാസിൻ്റെ നമ്മളിപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു സീൻ നമ്മളിതിൽ കാണുന്നു. പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഗൂസ് മൊമെൻറ്റ്സ് അങ്ങനെ കുറച്ചൊരു സീൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫ് അവസാനത്തെ ഒരു 15 മിനിറ്റിൽ കിട്ടിയ എന്താ പറയുക, നമ്മൾ ഒരു എനർജി ലെവൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ 15 മിനിറ്റിൽ കിട്ടുന്ന ഒരു മൊമെൻറ്റ്, അത് ഒരുപക്ഷെ ഒരു സെക്കൻഡ് ഹാഫിൽ തുടക്കം മുതലേ ഒരു ചെറിയ രീതിയിലൊരു എലമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോകാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ചിലപ്പം സെക്കൻഡ് ഹാഫിൽ അവർ ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇത് വീണ്ടും കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു പാരലൽ വേൾഡ് എന്നുള്ള സങ്കല്പത്തിൽ. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പം KGF 1, 2 നമ്മൾ പാരലൽ വേൾഡ് സങ്കല്പിക്കുകയേ വേണ്ട, അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ആ ഒരു എലവേഷൻ കിട്ടുന്നുണ്ട്. അതിന് എന്തോ ആ ഒരു എലിമെൻ്റ് ഇതിനകത്ത് എന്തോ ഒരു മിസ്സിങ്ങാണ്. മൂവി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ അത്ര സൂപ്പറാണെന്ന് തോന്നിയില്ല. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്തിട്ട് വന്നതാണ്, പക്ഷേ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. പ്രഭാസിനെ വായി നോക്കാൻ കൊള്ളാം, അത്ര ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഭയങ്കര സംഭവം അല്ല സിനിമ. KGF-നേക്കാളും അപ്പുറമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത്, പക്ഷെ അതിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. നല്ല മൂവിയാണ്. പിന്നെ ഹൈ എക്സ്പെക്റ്റേഷന് വന്നാൽ ചിലപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുമെന്നുള്ളൂ. കാരണം ഒരുപാട് KGF-ൻ്റെ സിമിലർ പ്ലോട്ട് തന്നെയാണ് ഇതിൽ ബേസ് ലെയറായിട്ട് പോയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു പഞ്ച് കുറവുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് വളരെ മനോഹരമാണ്. പ്രഭാസ് നിറഞ്ഞു നിൽക്കുകയാണ്. പൃഥ്വിരാജും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ പൃഥ്വിരാജ് ഇല്ലായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു മൂവിയാണ്. കാണാൻ ക്രിസ്മസ് വിന്നർ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പൊതുവേ ആ KGF-ൽ തന്നെ പല പ്ലോട്ടും റീയൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കണ്ട കഥകൾ പലതും മാറ്റി ഇപ്പം അവിടെ കാളി ദേവിയാണെങ്കിൽ ഇവിടെ വേറൊരു ദേവിയാവുന്നു. അങ്ങനെ ഒരുപാട് പ്ലോട്ടുകൾ സിമിലറാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ ഭയങ്കരമായി തിരിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ആ ക്ലൈമാക്സ് ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായി മോശമായി പോയി എന്നുള്ള ലെവലായി പോയേനെ. പക്ഷേ അത് ഇല്ലാതെ നല്ലൊരു ക്ലൈമാക്സ് തന്നുകൊണ്ട് സൗരവംശത്തിലോട്ട് പോകുന്ന സീസ്ഫയർ 2 ആകാംക്ഷയോടെ കാണാനുള്ളൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഇവർക്ക് നമുക്ക് ഒരുപാട് കുറ്റവും പറയാൻ പറ്റില്ല. കാരണം 10-26ഓളം ആൾക്കാർ ഇവർക്ക് പ്ലോട്ട് ചെയ്ത് കാണിക്കാറുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ ലോഞ്ച് ചെയ്ത് അവരെ കാണിച്ച് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ഹാഫിലെ ഒരു മുഷിപ്പ് ഉണ്ടെന്നുള്ളതല്ലാതെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തലയിൽ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പം ആളുകൾക്ക് പെട്ടെന്ന് എല്ലാമൊക്കെ കണക്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ എന്നാലും നല്ലൊരു മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. മൂവി ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷേ പ്രതീക്ഷയ്ക്ക് ഒത്ത രീതിക്ക് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചിട്ട് പടം കൊള്ളില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ബിക്കോസ് ആൾക്കാർ തന്നത് മൈറ്റ് ബി ആ മേക്കേഴ്സ് തന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പിനുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പ്രഭാസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദിപുരുഷിലുണ്ടാക്കിയ ചീത്തപ്പേര് ഇതിൽ പുള്ളിക്കാരനെ മാറ്റാൻ പറ്റും. ബിക്കോസ് ത്രൂ ഔട്ട് പ്രഭാസിനെ കണ്ടിരിക്കാം കേട്ടോ. ഹി ഹാവ് ഡൺ എക്സ്ട്രാ ഓർഡിനറി ജോബ്. അത് പുള്ളിക്കാരൻ്റെ ഫിസിക്കാണെങ്കിലും പുള്ളിക്കാരൻ്റെ അഭിനയത്തിലാണെങ്കിലും അതൊക്കെ നന്നായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ
പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ആയിരുന്നാലും ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയിരുന്ന ഹൈപ്പ് ഉണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി നോ, അതിനുള്ള വർത്ത് ഒന്നുമല്ല. പക്ഷെ കണ്ടിരിക്കാം. മേക്കിങ്ങും ഇപ്പം ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്ത് എല്ലാവരും നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയ ഹൈപ്പിനുള്ള ഒരു ഔട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആ, പ്രഭാസ് കൊള്ളാം എന്ന് പറയാനുള്ള കാരണം നമ്മുടെ മൈൻഡിൽ പുള്ളിയുടെ ലാസ്റ്റ് പടമാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം പുള്ളിക്കാരൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം പ്രശാന്ത് നീൽ എന്നുള്ള പുള്ളിക്കാരൻ, KGF എന്നുള്ള ടാഗ്, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു ഓക്കെ പടം ഈ ലെവൽ വരെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ വരുന്നത്. ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തുള്ളത് കിട്ടിയില്ല. അതാണ് ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.